ഹലോ, ഇന്ന് നല്ല പഞ്ഞി പോലുള്ള ദോശ ഇഡലിയുടെ മാവ് എങ്ങനെ ഉണ്ടാക്കിയാലെന്ന് നോക്കിയാലോ. ഉഴുന്നും പച്ചരിയും ആദ്യമേ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഉഴുന്ന് കുറച്ച് കട്ടിക്ക് ഈ കൺസിസ്റ്റൻസിക്ക് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഓവർ വെള്ളം ഉപയോഗിച്ചാൽ മാവ് പെട്ടെന്ന് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പച്ചരിയും ചോറും കുറച്ച് ലൂസായി അരച്ചെടുക്കാവുന്നതാണ്. എന്ന് വെച്ച് ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിന് വേണ്ടത്. അരിയും ചോറുമുള്ള മാവിൽ ഒരല്പം തരിയുള്ളത് നല്ലതാണ്. ഒരുപാട് തരി ആകരുത്, എന്നാൽ ദോശയുടെ സോഫ്റ്റ്നെസ് പോകും. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി 5-6 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇനിയാണ് ഈ വീഡിയോയിലെ സീക്രട്ടിലേക്ക് നമ്മൾ കടക്കുന്നത്. മാവ് ഒരിക്കലും ഒരുമിച്ച് ഉപ്പിട്ട് വെക്കാൻ പാടില്ല. ഉപ്പിടുന്നതിൻ്റെ കൂടെ ഒരല്പം സോഡാപ്പൊടിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. സോഡാപ്പൊടി ഉപയോഗിക്കുന്നത് ദോശയും ഇഡലിയും നല്ല സ്മൂത്തായി വരാനാണ്. ആട്ടി വെച്ചിരിക്കുന്ന മാവ് ഉപ്പ് ചേർത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മാവ് ഉറപ്പായി ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചിരുന്നാൽ പുളി കൂടാനുള്ള ചാൻസ് കൂടും. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോഡാപ്പൊടി ഉപയോഗിക്കുമ്പോൾ മാവ് നന്നായി ഇളക്കണേ.